ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11 അറിഞ്ഞല്ലോ അല്ലേ എല്ലാവരും. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയാണ്. ഡിസംബർ 11 ബുധനാഴ്ചയാണ്. വിവിധ ആചാര ചടങ്ങുകളൊക്കെ ആയിട്ട് ആഘോഷിക്കും. അന്ന് തന്നെയാണ് ഗീതാദിനം. അന്ന് രാവിലെ 7 മണി മുതൽ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ സമ്പൂർണ്ണ ശ്രീമദ് ഗീതാ പാരായണം നടക്കും. ആചാര്യനായ ഡോക്ടർ വി അച്യുതൻകുട്ടി ആണ് ആ ഗീതാപാരായണം നടത്തുന്നത്. അന്ന് ദേവസ്വം വകയാണ് ചുറ്റുവിളക്ക്. ഏകാദശി നാളിലെ ക്ഷേത്ര ദർശനത്തിനും പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ഏകാദശി നാളിൽ ശ്രീ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാനെത്തുന്ന ഭക്തർക്ക് ആണ്, അതായത് ജനറൽ ക്യൂവിനാണ് പ്രധാന പരിഗണന. അന്ന് രാവിലെ 6 മണി മുതൽ 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനം, ചോറൂണിൻ്റെ ദർശനം അതൊന്നും ഉണ്ടാവില്ല. അത് കാരണം ധാരാളം ഭക്തജനങ്ങൾക്ക് വലിയ തടസ്സമില്ലാത്ത ദർശനം കിട്ടും. പിന്നെ അതുപോലെ അന്ന് അടിപ്രദക്ഷിണം പറ്റില്ല, ശയനപ്രദക്ഷിണം പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രാദേശികം, സീനിയർ സിറ്റിസൺ എന്നിവ ഒക്കെയുള്ള ക്യൂ രാവിലെ 5 മണിക്ക് അവസാനിക്കും. പിന്നെ അന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ വിശേഷ വാദ്യമുണ്ട്. രാവിലെ ശിവേലി മേളം ഗുരുവായൂർ ശശിമാരാരൻ പാർട്ടിയാണ്. ഉച്ചയ്ക്ക് കാഴ്ചശിവേലി, പഞ്ചവാദ്യം, തിമില, കുനിശ്ശേരി അനിയന്മാരാരൻ പാർട്ടി, മദ്ദളം, കലാമണ്ഡലം നടരാജവാര്യർ, ഇടയ്ക്ക പല്ലശന സുധാകരൻ, കൊമ്പ് പേരാമംഗലം വിജയനൻ പാർട്ടി, താളം പാഞ്ഞാൾ വേലിക്കുട്ടിയൻ പാർട്ടി, സന്ധ്യയ്ക്ക് തായമ്പക ഗുരുവായൂർ ഗോപന്മാരാരൻ പാർട്ടിയാണ്. രാത്രി വിളക്കുമേളം കക്കാട് രാജപ്പന്മാരാർ പാർട്ടി. രാവിലെ 9 മണിക്ക് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള പഞ്ചവാദ്യം, പല്ലശന മുരളി മാരാർ, കലാമണ്ഡലം ഹരിനാരായണൻ പാർട്ടി എന്നിവയാണ് നടത്തുന്നത്. അതാ മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് ആകെ ഒരു ദിവസം, ഏകാദശി ദിവസം രാവിലെ ഇവിടുന്ന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പാണ്. അത് തിരിച്ച് വൈകുന്നേരം തിരിച്ചു വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുവായൂരിലെ, അതായത് പുറത്തേക്ക് ഉള്ള ആ ചടങ്ങ്. അതുപോലെ ഏകാദശിക്ക് പ്രസാദകൂട്ടുണ്ട്. ഏകാദശി വിഭവങ്ങളോട് കൂടിയ പ്രസാദകൂട്ട് രാവിലെ 9 മണിക്ക് തുടങ്ങും. പ്രസാദകൂട്ടിനുള്ള വരി ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. അപ്പോൾ 2 മണിയുടെ മുൻപ് ആ വരിയിൽ കയറി പറ്റാൻ ശ്രമിക്കുക വരുന്ന ആളുകൾ. അത് ആ 2 മണിക്ക് ആ വരി നിർത്തിയാൽ തന്നെ 4 മണി 5 മണി വരെയൊക്കെ ആ ഭക്ഷണം ഉണ്ടാവും. അതുകൊണ്ടാണ് 2 മണിക്ക് നിർത്തുന്നത്. പിന്നെ ക്ഷേത്രം അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള പന്തൽ, പിന്നെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പ്രസാദകൂട്ട്. പ്രസാദകൂട്ടിൻ്റെ വരികൾ വേദപാഠശാല റോഡിലൂടെ വടക്കേ ഇന്നർ റിംഗ് റോഡിലേക്കും ഗോകുലം വനമാലയുടെ പിറകിലൂടെ തെക്കേ ഔട്ടർ റിംഗ് റോഡിലേക്കും ക്രമീകരിക്കും. പ്രസാദകൂട്ട് നൽകാൻ 120 പേരെ നിയോഗിക്കും. ഏകാദശി ദിനത്തിൽ ക്ഷേത്ര പരിസരത്ത് ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. ഏകാദശി നാളിലെത്തുന്ന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ആവശ്യഘട്ടത്തിൽ അടിയന്തര വൈദ്യ പരിചരണം നൽകാൻ വേണ്ടിയിട്ടാണ് പ്രഥമ ശുശ്രൂഷ കേന്ദ്രം തുറക്കുന്നത്. ഹോസ്പിറ്റൽ കുറച്ച് അപ്പുറത്തുണ്ടെങ്കിൽ കൂടി ഇത് കൂടുതൽ ഭക്തർക്ക് അനുകൂലമായിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ സേവനം ലഭ്യമാവും. ദേവസ്വം മെഡിക്കൽ സെൻറ്റർ, ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രസ്തുത സേവനം ഉണ്ടാവുക. അതുപോലെ ഏകാദശിയുടെ അക്ഷര ശ്ലോകമുണ്ട്. ഏകാദശി ദിവസമായ ഡിസംബർ 11 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ സുവർണ മുദ്രയ്ക്കായുള്ള
അങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കാറുണ്ട്. ഏകാദശി അക്ഷര ശ്ലോക മത്സരം നടക്കും. ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിലാണ് മത്സരം ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ 52 മണിക്കൂറോളം ക്ഷേത്രം തുറന്നിരിക്കുന്ന അവസ്ഥയാണ്. ഏത് സമയത്തും ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹം കൂടി ഏകാദശി ദിവസങ്ങളിലുണ്ട്. അപ്പോൾ എല്ലാവരും, നമ്മുടെ ഭക്തരെല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞ് വരിക. കാരണം ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിൽക്കണ്ട. വന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്നാൽ ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്താം ഓരോ ഭാഗത്തും. അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. എന്നിരുന്നാലും മാക്സിമം ചെറിയ ഒരു വണ്ടിയോ ഒക്കെ ആയിട്ട് വരിക. കാരണം എന്താ വെച്ചാൽ മൾട്ടി ലെവൽ പാർക്കിംഗ് 2 ഉണ്ടെങ്കിൽ കൂടി അതിലും, അതുപോലെ ദേവസ്വം, നഗരസഭ തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വാഹനങ്ങൾ പാർക്കിംഗ് സൗകര്യം കുറച്ച് കുറവായിട്ടാണ് തോന്നുക. കാരണം അത്രയും തിരക്കാണ്. നമ്മളെ ഏകാദശിയുടെ മാത്രമല്ല, അന്യസംസ്ഥാനത്തു നിന്നുള്ള സ്വാമി ഭക്തരുടെ വരവ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയം ഇപ്പം 2 ദിവസമായിട്ട് കുറച്ച് കുറവുണ്ട്. കാരണം അവിടെ മഴക്കെടുതിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ബാക്കി എന്നാലും അത്യാവശ്യം തിരക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ച് വരിക. ഗുരുവായൂരപ്പൻ്റെ ദർശനം നേടുക. ആ ദർശനം വളരെ മഹത്തരമാണ്, വളരെ പുണ്യമാണ്. അതുപോലെ പ്രസാദകൂട്ട് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെയുള്ള ഭാഗ്യം ലഭിക്കുമാറാവട്ടെ. ഗുരുവായൂരപ്പൻ കടാക്ഷിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്താലാണ് മറ്റുള്ള ഭക്തരിലേക്കും കൂടി ഇത് എത്തുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ദർശന ക്രമീകരണങ്ങളും അന്നന്നത്തെ പരിപാടികളും ഒക്കെയാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യുർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപത്രേ ജ്വാലപരീതായ സർവദിക്ഷോപഗണായ ബ്രഹ്മണേ പരം ജ്യോതിസേ നമഃ.